വാർത്തകൾ വിശദമായി. ഗുരുതര കുറ്റകൃത്യങ്ങൾ തുടർച്ചയായി 30 ദിവസം ജയിലിലാകുന്ന ജനപ്രതിനിധികളെ പദവിയിൽ നിന്ന് നീക്കാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് വിവാദ ബിൽ അവതരിപ്പിച്ചത്. ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി. ബില്ലിന്റെ പകർപ്പുകൾ എംപിമാർ കീറിയെറിഞ്ഞു. आइटम नंबर 20, 21 और 22 महोदय में प्रस्ताव करता 5 വർഷമോ അതിലധികമോ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള ഭരണഘടനാ ഭേദഗതിയാണ് അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. महोदय में प्रस्ताव करता हूं कि भारत के संविधान का संशोधन करने वाले विधेयक को पुनर्स्थापित करने की अनुमति दी जाए. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവർക്കെല്ലാം നിർദ്ദിഷ്ട നിയമം ബാധകമാകും. പ്രതിപക്ഷം ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സഭയിൽ ഉയർത്തിയത്. ഭരണഘടനാ മൂല്യങ്ങളെയും ഫെഡറലിസത്തെയും അട്ടിമറിക്കുന്നതാണ് ബില്ലെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു. പ്രതിപക്ഷ എംപിമാർ ബില്ലിന്റെ പകർപ്പുകൾ അമിത്ഷായ്ക്കു നേരെ കീറിയെറിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. രാഷ്ട്രീയ ധാർമ്മികത സംരക്ഷിക്കാനാണ് നിയമമെന്ന കേന്ദ്ര സർക്കാർ വാദത്തെയും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കെ അറസ്റ്റിലായപ്പോൾ ധാർമ്മികത പാലിച്ചോ എന്ന് കോൺഗ്രസ് എം പി കെ സി വേണുഗോപാൽ അമിത്ഷായോട് ചോദിച്ചു. അറസ്റ്റിലാകും മുൻപ് താൻ രാജിവെച്ചിരുന്നതായി അമിത്ഷാ മറുപടി നൽകി. രാത്രി 1 മണിക്കാണ് ബില്ലിന്റെ പകർപ്പ് കിട്ടിയതെന്നും തിടുക്കപ്പെട്ട് ബില്ല് കൊണ്ടുവരേണ്ട അടിയന്തര സാഹചര്യം എന്താണെന്നും NK പ്രേമചന്ദ്രൻ MP ചോദിച്ചു. What is the undue haste and urgency in bringing such a constitutional amendment bill? What is the emergent need of having such a bill? That means the introduction of the bill itself is lacking bona fides. The bill is lacking bona fides. That is why I would like to say that this is with a mala fide intention to destabilize the opposition ruled states in various parts of the country. Number one. തുടർന്ന് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാമെന്ന നിർദ്ദേശം അമിത്ഷാ മുന്നോട്ട് വെച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉച്ചതിരിഞ്ഞ് 3 വരെ സഭ നിർത്തിവെച്ചു. പിന്നീട് ചേർന്നപ്പോഴും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടി. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും രവനീത് സിംഗ് ബിട്ടുവും തന്നെ ആക്രമിച്ചുവെന്നും പിടിച്ചു തള്ളിയെന്നും തൃണമൂൽ കോൺഗ്രസ് MP മിതാലി ബാഗ് ആരോപിച്ചു. പ്രതിപക്ഷം കല്ലുമായാണ് സഭയിലെത്തിയതെന്ന് BJPയും ആരോപിച്ചു. ഇരു കൂട്ടരും സ്പീക്കർക്ക് പരാതി നൽകി. കോൺഗ്രസ് പാർലമെന്റിനകത്തും പുറത്തും ബില്ലിനെതിരെ ഇന്ന് ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനിടെ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് ശശി തരൂർ MP എത്തിയത് ശ്രദ്ധേയമായി. ബില്ലിൽ എതിർക്കപ്പെടേണ്ടതൊന്നുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.